ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരവും വിജയവും സംഭവ വികാസങ്ങളും എന്തൊക്കെയാണല്ലേ സംഭവിച്ചത്. എന്തായാലും 11 വർഷങ്ങൾക്കിപ്പുറം ഒരു മലയാളി പരിശീലകൻ വേണ്ടി വന്നു ചെന്നൈയിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ വിജയം സ്വന്തമാക്കി തരാൻ. കൂടാതെ നോവ ലൂണ ഫൈറ്റൊക്കെ കണ്ടവരായിരിക്കും നമ്മൾ. നോവയുടെ സെൽഫിഷ്നെസിനെ കുറിച്ച് കുറച്ചു ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്നത് വമ്പൻ ക്ലാഷുകളാണ്. മോഹൻ ബഗാൻ, ഗോവ, ജംഷഡ്പൂർ, മുംബൈ സിറ്റി FC ഗഡിയന്മാർ. ഇപ്പോഴത്തെ മികച്ച ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഈ കളിയൊക്കെ കാണാൻ വളരെയധികം ആകാംക്ഷയിലാണ്. എന്തായാലും വരുന്ന 5 മത്സരങ്ങളിൽ 3ഉം ഹോമിലാണ്. സോ ഒരു പ്രതീക്ഷ അധികം കൂടുതലാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ജനുവരി ട്രാൻസ്ഫറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധം ശരിക്കും ഫലം കണ്ട ട്രാൻസ്ഫർ വിൻഡോയാണ് അവസാനിച്ചത്. മുഴുവനായും ഗ്യാപ്പുകൾ ഫിൽ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എങ്കിലും ഏറെക്കുറെ പൊസിഷൻ ഗ്യാപ്പുകൾ ഫില്ലായിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഒരു സൈനിങ് കൂടെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ സൈനിങ്ങുകൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആദ്യം ഔട്ട് ഗോയിങ് പോയവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. 9 താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിട്ടത്. വിദേശ താരങ്ങളായ കൊയ്ഫും സൊത്തീരിയോയും ഇന്ത്യൻ താരങ്ങളായ രാഹുൽ KP, സോംകുമാർ, ബിജോയ് വർഗീസ്, പ്രീതം ഗോട്ടാലും ടീം വിട്ടപ്പോൾ സൗരവ് മണ്ഡൽ, ബ്രൈസ് മിറാണ്ട, പ്രബീർ ദാസ് എന്നീ താരങ്ങൾ ലോണിലും പോയിട്ടുണ്ട്. ഇതിൽ പ്രബീർ ദാസിന്റെ കരാർ ഈ മെയ്യോടെ അവസാനിക്കുന്നതാണ്. സോ താരവും ഏകദേശം ടീം വിട്ടെന്ന് ഉറപ്പിക്കാം. ടോട്ടൽ 9 ഔട്ട് ഗോയിങ് നടന്നപ്പോൾ 6 ഇൻകമിംഗ് പുതിയ താരങ്ങളാണ് ടീമിലെത്തിയത്. വിദേശ താരങ്ങളായ ദുസാൻ ലഗാറ്റർ, ഇന്ത്യൻ താരങ്ങളായ ബികാഷ് യുംനം, കമൽജിത് സിംഗ്, വിവാൻ സർത്തോഷ് മനോദിഷ് എന്നീ താരങ്ങൾ നിലവിൽ സ്വന്തമാക്കിയപ്പോൾ ഗോൾ കീപ്പർ ആർ ഷെയ്ഖിനെയും ഡിഫൻഡർ അമീർ റാനവാഡയെയും അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ ബോൺ ഫോറിൻ ഡിഫൻഡർ വിവാന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒഫീഷ്യലാക്കിയിട്ടില്ല. യുവതാരം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലാണ് കളിക്കുന്നത്. മിക്കവാറും താരത്തിന്റെ പ്രകടനം നോക്കി അടുത്ത സീസണിൽ കരാർ ഒഫീഷ്യലാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഫോറിൻ ഡിഫൻഡറെയും ഒരു വിങ്ങറെയും സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിലെ ടീമിലെ അവൈലബിലിറ്റി വെച്ച് അടുത്ത സീസണിലേക്ക് ഈ നീക്കങ്ങൾ പൂർത്തിയാക്കാനാണ് ശ്രമം. കൂടാതെ ലോണിലയച്ച നിഹാൽ അടക്കമുള്ള താരങ്ങളെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സോം പോയതോടെ നോറ ഫെർണാണ്ടസിനെ ലോണിലയക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അടുത്ത സീസണിൽ നോറയെ ലോണിലയക്കുകയോ അല്ലെങ്കിൽ താരത്തെ ഒഴിവാക്കാനും പദ്ധതിയുണ്ട്. എന്തായാലും ആരാധകരുടെ പ്രതിഷേധം ബ്ലാസ്റ്റേഴ്സിൽ പല നീക്കങ്ങളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ പ്ലാൻ അതേപടി അടുത്ത സീസണിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീമായി മാറിയേക്കും. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.